കൊഴിഞ്ഞാമ്പാറയിൽ സ്ഥിതിഗതിയിൽ കുറച്ചുകൂടി രൂക്ഷമാണ്. CPM-ലെ വിഭാഗീയത മൂലം ഒരു വിഭാഗം പ്രവർത്തകർ സമാന്തര പാർട്ടി ഓഫീസ് തന്നെ തുടങ്ങി. കൊഴിഞ്ഞാമ്പാറ നഗരത്തിലാണ് EMS സ്മാരകം എന്ന പേരിൽ ഓഫീസ് തുറന്നിരിക്കുന്നത്. പ്രതികരണം ആദ്യം. കൊഴിഞ്ഞാമ്പാറ 1, കൊഴിഞ്ഞാമ്പാറ 2 ലോക്കൽ സമ്മേളനങ്ങളിൽ യഥാർത്ഥത്തിൽ ആ സമ്മേളനങ്ങളിൽ പങ്കെടുക്കേണ്ടവരല്ല ലോക്കൽ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. പാർട്ടി അംഗങ്ങളല്ലാത്തവരും BJP കോൺഗ്രസ് അനുഭാവികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള ലോക്കൽ സമ്മേളനം യഥാർത്ഥത്തിൽ ഒരു പാർട്ടിയുടെ രീതിയിലല്ല നടന്നിട്ടുള്ളത്. ഇത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ചതിന്റെ ഭാഗമായി ഏരിയ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ഞാനും അതുപോലെ തന്നെ ശാന്തകുമാർ അതുപോലെ തന്നെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെയും എല്ലാം പരിപൂർണമായിട്ട് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് പാർട്ടി നടത്തുന്നത്. അപ്പൊ ഈ വിവരങ്ങളുമായി ഗോകുൽ, കഴിഞ്ഞ ദിവസം കൊല്ലത്ത് പ്രതിഷേധ പ്രകടനങ്ങളൊക്കെയാണ് കണ്ടത്. സമാന്തര ഓഫീസ് തുറക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഗുരുതരമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. ഈ അച്ചടക്കത്തിന്റെ വാൾ, കരുനാഗപ്പള്ളിയിലേക്ക് ഉയർത്തിയ വാൾ അങ്ങ് കൊഴിഞ്ഞാമ്പാറയിലേക്ക് എത്തുമോ? എന്താണ് അവിടുത്തെ ജില്ലാ നേതൃത്വത്തിന്റെ അടക്കം പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ? അതായത് ജില്ലാ നേതൃത്വത്തിന്റെ അടക്കം പ്രതികരണം എന്ന് പറയുന്നത്, കൊഴിഞ്ഞാമ്പാറയിലെ ഒരു വിഭാഗം പ്രവർത്തകരാണ് ഇത്തരത്തിൽ ഇടഞ്ഞു നിൽക്കുന്നത്. അത് പ്രധാനമായും EN സുരേഷ് ബാബുവായുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പ്രശ്നമാണ്. ആ പ്രശ്നങ്ങൾ കുറച്ച് നാളെ പുകയുന്നുണ്ട്. അത് കോൺഗ്രസിൽ നിന്ന് വന്ന ഒരാൾക്ക് പാർട്ടിയിൽ സ്ഥാനം കൊടുക്കുന്നു എന്നുള്ളതിന്റെ അതിന്റെ പേരിൽ ഒരു അഭിപ്രായ വ്യത്യാസമാണ് കൊഴിഞ്ഞാമ്പാറ ഏരിയ കമ്മിറ്റിയിലെ ഒരു വിഭാഗം ഇത്തരത്തിൽ ജില്ലാ നേതൃത്വത്തോട് ഇടഞ്ഞു നിൽക്കുന്നതിലെ പ്രധാനപ്പെട്ട കാര്യം. ഇവർ ജില്ലാ നേതൃത്വത്തെ വെല്ലുവിളിച്ച് തന്നെ മറ്റൊരു ഒരു സമാന്തര കൺവെൻഷൻ അടക്കം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. അതിന്റെ അടുത്ത പടിയെന്ന നിലയിലാണ് ഒരു ഓഫീസ്, അത് ജനസമ്പർക്കത്തിനായുള്ള ജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള ഒരു ഓഫീസാണെന്നാണ് വിഭാഗം പറയുന്നത്. ഇവർ മറ്റൊരു ഓഫീസ് തന്നെ സ്ഥാപിച്ച് ആ രീതിയിൽ പ്രവർത്തനങ്ങൾ പോയി. ജില്ലാ നേതൃത്വം പറയുന്നതിൽ തീർച്ചയായും നടപടി ഉണ്ടാവും. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അച്ചടക്ക നടപടി എന്നുള്ള നിലയിലാണ് ഇതിനെ കാണുന്നത്. ഇതിന്റെ പിന്നിലുള്ളവരെ പാർട്ടിയിൽ നിന്ന് കർശനമായ നടപടി സ്വീകരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ രീതിയിൽ നടപടി എടുക്കും എന്നുള്ളതാണ് ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത്.